വെയിൽ കുറവാണെങ്കിൽ നമുക്ക് പേരക്കയുടെ മധുരം വരെ കുറഞ്ഞു പോകുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അത് പലർക്കും അറിയത്തില്ല. നമുക്ക് ചെറിയ തൈകൾ ഏകദേശം ഓഫറിനാണ് നമ്മൾ കൊടുക്കുന്നത്. 2.5 അടിയൊക്കെ ഉയരമുള്ള തൈകൾ 150 രൂപയാക്കി. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളിൽ പിങ്കിഷ് കളർ വരുന്ന ഒരു ഐറ്റമാണ്. ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇന്ത്യയിലത്തെ അല്ലെ ലോകത്തിലത്തെ തന്നെ ഏറ്റവും വലിപ്പം കൂടുതലെന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഹലോ ഫ്രണ്ട്, വെൽക്കം ടു ജോഫ് ആൻഡ് ഡയറീസ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പേരിനങ്ങളെ പരിചയപ്പെടാം. പേരിനങ്ങളുടെ പുതിയതായതും അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റികളുമായിട്ട് കുറേ ഇനങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്തെ നമുക്ക് വെക്കാനും വീട്ടിലൊക്കെ നമുക്ക് ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യാനും ഒക്കെ പറ്റിയ കുറേ ഇനങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പാടില്ലാത്ത നിലത്ത് തന്നെ വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇനങ്ങളുണ്ട്. അതുപോലെ ടേസ്റ്റ് കുറഞ്ഞതും നമുക്ക് വെക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് ഇനങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള പ്രൊപ്പഗേഷൻ ആണ് നമുക്ക് പേരകൾക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കണം, നട്ടതിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്താണ് നമ്മൾ കാ പൊഴിഞ്ഞു പോകുന്നത്, എന്താണ് പൂ വന്നിട്ട് കാ ഇടാതിരിക്കുന്നത്, അങ്ങനത്തെ പഴയ കാര്യങ്ങളുള്ള ഡൗട്ടുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ നമ്മുടെ പേരകളിലെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് കൂടുതലായിട്ട് എയർ ലെയറിംഗ് വഴിയാണ്. എയർ ലെയറിംഗ് തന്നെയാണ് പേരകളുടെ ഏറ്റവും ഉത്തമം എന്നും പറയാം. കാരണം നന്നായിട്ട് കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും, അങ്ങനെ പല ഗുണങ്ങളും നമുക്ക് എയർ ലെയറിംഗ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിലെ ചില ഇനങ്ങൾക്ക് നമുക്ക് സീഡ്ലിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അത് പല കാരണങ്ങളാലാവാം. അപ്പൊ ആദ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വെറൈറ്റി സ്ട്രോബെറി പേരയുടെ റെഡ് വെറൈറ്റിയാണ്. അപ്പൊ സ്ട്രോബെറി പേരയുടെ റെഡ് മിക്കവാറും സീഡ്ലിങ്ങുകളാണ് കിട്ടാറ്. കാരണം അതിന്റെ എയർ ലെയറിംഗ് ഒക്കെ അത്ര പോസിബിൾ അല്ല, നമുക്ക് അങ്ങനെ പിടിച്ച് കിട്ടാറൊന്നുമില്ല. അതുകൊണ്ടാണ് സീഡ്ലിംഗ് ചെയ്യുന്നത്. സീഡ്ലിംഗ് തന്നെ നമുക്ക് ഈ ഒരു ഇതിപ്പോ ഏകദേശം കായ്ച്ചിപ്പോ ഒരു കൊല്ലമായി കായ്ച്ച് നിൽക്കുന്ന തൈകളാണ്. പക്ഷെ 8 അടിയോളം ഹൈറ്റ് ഉള്ള തൈകളാണ്. അപ്പൊ ഈ ഇനങ്ങളൊക്കെ കായ്ക്കാനായിട്ട് സാധാരണ വേണ്ടി വരുന്ന ഒരു 3 മുതൽ 4 കൊല്ലം വരെയാണ്. അത് ചിലപ്പോൾ അത് 5 കൊല്ലം വരെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് സ്ട്രോബെറി പേരയ്ക്ക്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഡ്രമ്മിൽ വെച്ച് കായ്പ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്രൂണിങ് ചെയ്ത് പടർത്തി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഡ്രമ്മിൽ അത്ര സ്യൂട്ടബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒക്കെ വലുപ്പം വരും, വേര് താഴോട്ട് പോകും, അങ്ങനെ പല പ്രശ്നങ്ങൾ ഡ്രമ്മിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ സ്ട്രോബെറി പേര റെഡ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ നിലത്ത് വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ മരം കാണുന്നത്. ഇപ്പം വലിയ മരമാണ്. ഇതിനൊക്കെ ചെറിയ തൈകൾ 150 രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പൊ സ്ട്രോബെറി പേരയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡനിലോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഒരു ബെസ്റ്റ് വെറൈറ്റി ആണ്. കാരണം അതിന്റെ ഒരു റെഡിഷ് കളറുള്ള ഫ്രൂട്ട് ആണ്, നല്ല ഭംഗിയാണ്, ഒരു അട്രാക്റ്റീവ് കളറും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ലോണിലോ ഗ്രാസിലോ ഒക്കെ നമ്മൾ ഇത് നടുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കാഴ്ച കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റ് സ്ട്രോബെറിയോട് സിമിലർ ആയിട്ടുള്ള, കാരണം ചെറിയൊരു പുളിപ്പോട് കൂടി ഒരു പേരക്കയുടെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് സ്ട്രോബെറി പേര റെഡ്. അതാണ് സ്ട്രോബെറി പേരാണ് ഇതിന് പേര് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം നമ്മൾ ഓഫേഴ്സ് 1-2 നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പേരകളിൽ നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഓഫേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ നമുക്ക് ചാനലിലൊക്കെ നമ്മുടെ എല്ലാ കണ്ടന്റും ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സ്ട്രോബെറി പേരയുടെ തന്നെ യെല്ലോ വെറൈറ്റിയാണ്. അപ്പൊ സ്ട്രോബെറി പേരയുടെ ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവും കായ്ക്കാൻ, അതാണ് സ്ട്രോബെറി പേരയുടെ ഒരു പ്രശ്നം. അതുപോലെ നമുക്ക് കുറച്ചുകൂടെ വലുപ്പം ആയിട്ടുള്ള ഒരു മരമായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോബെറി പേര യെല്ലോ വെറൈറ്റി നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്ട്രോബെറി പേര യെല്ലോയുടെ തൈകൾ ഇതാണ്. ഇത് വലിയ തൈകളാണ്. ഇതൊക്കെയാണ് നമുക്ക് കായ്ക്കാനായിട്ട്. ഇതൊക്കെ ഇപ്പൊ കായ്ച്ച തൈകളാണ്. ഇതിന്റെ ചെറിയ തൈകളാണ് നമുക്ക് കായ്ക്കാനായിട്ട് ഒരു 1.5 കൊല്ലോ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 കൊല്ലോ വേണ്ടു. അതുപോലെ നമുക്ക് സാധാ സ്ട്രോബെറി പേരേക്കാളും വലിപ്പം കൂടുതലായിരിക്കും, മഞ്ഞ കളറായിരിക്കും, ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട്. മറ്റേത് നമുക്ക് ഒരു സ്ട്രോബെറിയോട് ഒരു സാദൃശ്യമുള്ള ടേസ്റ്റ് ഒക്കെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമുക്ക് സാധാരണ പേരക്കയുടെ അതേ ടേസ്റ്റ് ആണ്. നല്ല മധുരം ഉള്ളതാണ്. നല്ല യെല്ലോ കളർ ആകുമ്പോൾ നമുക്ക് നല്ല പഴുത്ത പേരയ്ക്ക് കഴിക്കുന്ന അതേ രീതിയിലാവും, അതേ ഒരു ടേസ്റ്റും ഒക്കെ വരും. സൈസ് കുറച്ചുകൂടെ വലുപ്പമാണ്. പിന്നെ കാഴ്ച കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. സ്ട്രോബെറി പേര സാധാരണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഒരു ബുഷി ആവുന്ന ഒരു നേച്ചറാണ്. അടിയിൽ നിന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്ന് പടരുന്ന ഒരു രീതിയാണ് സ്ട്രോബെറി പേര യെല്ലോയ്ക്ക് കണ്ടുവരുന്നത്. ഇത് സീഡ്ലിംഗ് തൈകൾ തന്നെയാണ്. പക്ഷേ സീഡ്ലിംഗ് ആണെങ്കിൽ ഇത്രയും പെട്ടെന്ന് കായ്ക്കുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സ്ട്രോബെറി പേര യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾ പേരയ്ക്ക ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, കാരണം കൃത്യമായിട്ടുള്ള നല്ല പഴുത്ത ഒരു പേരയ്ക്കയുടെ ടേസ്റ്റ് നമുക്ക് സ്ട്രോബെറി പേര യെല്ലോ വെറൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതായിട്ട് വെരിഗേറ്റഡ് പേര അല്ലെ വെരിഗേറ്റഡ് ഗോവ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു ഓർണമെന്റൽ പ്ലസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. കാരണം അതിന്റെ ഇലയുടെ ഒരു പ്രത്യേകതയാണ്. ഇലയ്ക്കും അതുപോലെ ഫ്രൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വെരിക്കേഷൻ ഉണ്ടാവും. ഇലയ്ക്ക് ഗ്രീനും അതുപോലെ യെല്ലോയിഷും കൂടെ കൂടിയ ഒരു കളറാണ്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പേരക്കയുടെ അതേ ടേസ്റ്റ് കിട്ടും. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റം തന്നെയാണ്. എയർ ലെയർ ചെയ്ത തൈ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു കൊല്ലോ അല്ലെങ്കിൽ 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങുന്ന ഐറ്റമാണ്. ഇത് നമുക്ക് ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത്. അതല്ല, അത് സ്വീറ്റ് ഓറഞ്ച് വെറൈറ്റിയാണ്. ഇത് നമുക്ക് വെരിഗേറ്റഡ് പേരക്കയുടെ വെറൈറ്റിയാണ്. അപ്പൊ ഇത് നമുക്ക് വീടിന്റെ മുന്നിലൊക്കെ ഒരു അത്യാവശ്യം ഒരു ഓർണമെന്റൽ ആയിട്ടും അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ വെക്കണമെങ്കിലൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അതുപോലെ തന്നെ പേരക്ക നല്ല ടേസ്റ്റ് ഉള്ള ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് വെരിഗേറ്റഡ് ഗോവ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ പേരക്കയുടെ ഫാമിലി പെടുന്ന ഐറ്റംസ് ആണ്. എന്നാൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. സാധാരണ പേരയിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള ടേസ്റ്റും സ്പെഷ്യാലിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഇപ്പൊ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അടുത്തതും അങ്ങനെ തന്നെ ഒരു വെറൈറ്റിയാണ് മുന്തിരി പേര എന്ന് പറയും.
മുന്തിരിപ്പേര പലർക്കും അറിയാവുന്ന ഐറ്റമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നിറച്ച് കാഴ്ച കിട്ടുന്ന കൊലയായിട്ട് കാഴ്ച കിട്ടുന്ന ഐറ്റമാണ് മുന്തിരിപ്പേര. അതിന്റെ ഒരു കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രീനിഷ് കളർ തന്നെ ആയിരിക്കും. നല്ല പഴുത്താലും ഗ്രീനിഷ് കളർ തന്നെ ആയിരിക്കും. സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊരു ചെറിയ നെല്ലിക്ക, അതുപോലെ തന്നെ വലിയ നെല്ലിക്കയുടെ അത്ര തന്നെ മാക്സിമം അത്ര മാത്രമേ വരുള്ളൂ. അതുപോലെ അത്യാവശ്യം ഹാർഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. പിന്നെ അതിന്റെ ഒരു തൈകൾ ഇതാണ്. ഏകദേശം അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഏകദേശം ഒരു 2 കൊല്ലത്തോളം അടുപ്പിച്ച് പ്രായമുള്ള തൈയാണ്. പിന്നെ അതിപ്പോ കായൊക്കെ ഇട്ടിട്ടുണ്ട്. കായ്ക്കുന്നതാണ്. ഇപ്പോൾ ഒരു 1.5 കൊല്ലം കൊണ്ടൊക്കെ കായ്ച്ച് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് മുന്തിരിപ്പഴം. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്തിരിയോട് സാദൃശ്യമുള്ളതാണ്. ചെറിയൊരു പുളിപ്പോട് കൂടിയ ടേസ്റ്റ് ആണ്. നമുക്ക് എത്രയും കഴിക്കാം. ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു വെറൈറ്റി ടേസ്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. എത്ര പേർക്കും കഴിക്കാൻ പറ്റും അതിന്റെ ഒരു ടേസ്റ്റ് കാരണം. നിറച്ച് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീടിന്റെയൊക്കെ മുന്നിൽ നിറച്ച് കായ്ച്ച് കിടക്കുന്ന പേരയ്ക്ക് അതിന് ആവശ്യമുണ്ട്, അല്ലെ താല്പര്യം ഉണ്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. പിന്നെ നമുക്ക് ചട്ടിയിൽ വരെ നമുക്ക് സുഖമായിട്ട് കായ്പ്പിച്ച് കിട്ടാൻ പറ്റിയ ഒരു പേര വെറൈറ്റി തന്നെയാണ് മുന്തിരിപ്പേര. നമുക്ക് ഡ്രമ്മിലോ ആണെങ്കിൽ നമുക്കൊരു 10-15 കൊല്ലം വരെ സുഖമായിട്ട് നിർത്താം. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 2 കൊല്ലം ആയാലും നമ്മൾ പ്രൂണിംഗ് ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിന് പ്രൂണിങ്ങോ ട്രെയിനിങ്ങോ ചെയ്യുവാണെങ്കിൽ വളരെ ചെറുതായിട്ട് പടർന്ന് നല്ല ഭംഗിയിൽ കാഴ്ച കിടക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് മുന്തിരിപ്പേര. അടുത്തായിട്ട് റെയിൻ ഫോറസ്റ്റ് പെർപ്പിൾ ഗുവാവ, അല്ലെ പെർപ്പിൾ കുള്ളം പേര, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. വളരെ സ്പെഷ്യാലിറ്റി ഉള്ള, അല്ലെ പേരയ്ക്കെന്ന് വളരെ വ്യത്യാസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ പറഞ്ഞ ഐറ്റം. ഒരു പെർപ്പിൾ കളറിൽ അത്യാവശ്യം നീണ്ടിട്ടുള്ള ഒരു ഷേപ്പിൽ വരും. ടേസ്റ്റ് പേരയ്ക്കോട് വളരെ സാദൃശ്യമുള്ളതാണ്. 1-2 കുരു മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ പേരയ്ക്കെന്ന് വളരെ വ്യത്യാസമുള്ള ഐറ്റമാണ്. അതിന്റെ ഇലയും ഒക്കെ വ്യത്യാസമാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മരം കാണാം. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലത്തോളമായി. ഇത് ചിലപ്പോൾ കായ്ക്കാൻ ഒരു 4 കൊല്ലം വരെ വേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ വളമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല തഴച്ച് വളരും. ഭയങ്കര ഭംഗിയിൽ നിൽക്കും. അടിയിനെ നിറച്ച് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗാർഡനിലോ അല്ലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. കായ്ച്ചാലും നല്ല കളറൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഭയങ്കര മധുരം എന്നൊന്നും പറയാം, എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് കുറെ ഐറ്റംസ് ഒക്കെ വെച്ച് ട്രൈ ചെയ്യുന്നവരാണ്, അല്ലെ പേരയ്ക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റി പേര ഐറ്റമാണ് റെയിൻ ഫോറസ്റ്റ് പെർപ്പിൾ ഗുവാവ എന്ന് പറയുന്നത്. ഇത് പല പേരിൽ അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ പലർക്കും ഇത് സംശയമുള്ളതാണ്. ഇപ്പൊ പെർപ്പിൾ കുള്ളം പേര എന്ന് പറഞ്ഞാൽ ചിലവർ ഇതും പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ സാധാരണ വയലറ്റ് പേരയുടെ കാര്യവും ഈ പെർപ്പിൾ കുള്ളം പേര എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇത് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് ഇതിന്റെ വെറൈറ്റിയുടെ ഇത് മാറും. പക്ഷേ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ കൊടുക്കാം. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കാൻ ചൂസ് ചെയ്യാൻ ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് റെയിൻ ഫോറസ്റ്റ് പെർപ്പിൾ. അടുത്തായിട്ട് സ്പ്രിംഗ് ഗുവാവ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പൊ സ്പ്രിംഗ് ഗുവാവ എന്ന് പേര് വരാൻ കാരണം ഇതിന്റെ ഇലയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു കേളിയൊക്കെ ആയിട്ട് ഒരു സ്പ്രിങ്ങിന്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ഇതിന്റെ ഇല കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് സ്പ്രിംഗ് ഗുവാവ എന്ന് പേര് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെറിയൊരു ഫ്രൂട്ട് ആയിരിക്കും. ടേസ്റ്റ് നമുക്ക് പേരയ്ക്കോട് സാദൃശ്യമുള്ള തന്നെ ടേസ്റ്റ് ആണ്. അത്യാവശ്യം നിറച്ചൊക്കെ കായ്ക്കും. ഇതിപ്പോ നിറച്ച് പൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ കായ്ച്ചു തുടങ്ങും. അപ്പൊ ഇതിന്റെ സീഡ്ലിംഗ് തൈകളാണെങ്കിൽ നമുക്ക് കായ്ക്കാൻ ചിലപ്പോൾ ഒരു 3-4 കൊല്ലം വരെ വേണ്ടി വരാറുണ്ട്. ഇതിന്റെ ലെയർ തൈകളാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 1.5 കൊല്ലം 1 കൊല്ലം കൊണ്ടൊക്കെ തന്നെ ചെറിയ തൈകൾ തന്നെ കായ്ച്ചു തുടങ്ങുന്നതായിട്ട് വരും സ്പ്രിംഗ് ഗുവാവ. അപ്പൊ ഇത് നമുക്ക് വീടിന്റെ ഇതിപ്പോ അത്യാവശ്യം പ്രൂണൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. നന്നായിട്ട് പ്രൂണൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ നല്ല പടർന്ന് നിന്ന് നിറച്ച് കായ്ക്കും. അപ്പൊ ഇതിന്റെ ഇലയൊക്കെ ഈ ഒരു ഭംഗി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കായ്ക്കുമ്പോഴാണെങ്കിലും വെറുതെ നിൽക്കുന്ന കാണാനാണെങ്കിലും ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. അപ്പം പേരയാണ് നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. നല്ല വെയിലത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെയിൽ കുറവാണെങ്കിൽ നമുക്ക് പേരയ്ക്കയുടെ മധുരം വരെ കുറഞ്ഞു പോകുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അത് പലർക്കും അറിയത്തില്ല. തണലത്ത് കൊണ്ടുവച്ച് നമുക്ക് കായ്ച്ചു കഴിയുമ്പോൾ ആ വെറൈറ്റിയുടെ കുറ്റമോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അതിന് ഈ നമുക്ക് പേരയ്ക്കയ്ക്ക് വെയിലില്ലാണ്ട് അല്ലെ സൺലൈറ്റ് ഇല്ലാണ്ട് നമ്മുടെ ഈ ഷുഗർ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ടാണ് പേരയ്ക്കയുടെ തണലത്ത് വെക്കുന്നതിനൊക്കെ മധുരം കുറഞ്ഞു പോകുന്നത്. അതുപോലെ മഴ പെയ്താലും മധുരം കുറയാറുണ്ട്, വെള്ളച്ചവ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ വെയിൽ നന്നായിട്ടുള്ളിടത്ത് തന്നെ വെക്കുക. അതുപോലെ നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഫോസ്ഫറസും പൊട്ടാഷ്യം കലർന്ന വളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള വലുപ്പമുള്ള പേരയ്ക്ക പിടിക്കും. അതുപോലെ ഉള്ളിൽ നല്ല കളർ വരും. ഈ ഗുണങ്ങളെല്ലാം കിട്ടും. അടുത്തതായിട്ട് VNR ഗുവാവയാണ്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് VNR ഗുവാവ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ പേര് ഇനങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ടോപ്പ് 5 ടോപ്പ് 10 പട്ടിക തയ്യാറാക്കി നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഏറ്റവും നല്ലൊരു റാങ്കിങ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല. അപ്പൊ നമുക്ക് VNRലേക്ക് വരാം. VNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ അല്ലെ ലോകത്തിലത്തെ തന്നെ ഏറ്റവും വലിപ്പം കൂടുതലെന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. കാരണം നമുക്ക് ഇതിന്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 400 ഗ്രാം മുതൽ 1 കിലോ ഒക്കെ വരെ വലിപ്പം വരുന്ന ഒരു വെറൈറ്റിയാണ് VNR. അത്രയും വലുപ്പം നമുക്ക് നമ്മുടെ ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും വലുപ്പമുള്ള ഒരു ഫ്രൂട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വലുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന്റെ മെച്യൂരിറ്റിക്ക് അനുസരിച്ചിരിക്കും. കുറച്ച് ലേറ്റ് ആവുന്നതിനനുസരിച്ച് വലുപ്പം കൂടിയ ഫ്രൂട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എയർ ലെയർ ചെയ്ത തൈകളും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് കിട്ടുന്നത്. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മുടെ പേരക്കയുടെ സൈസും ഒക്കെ കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ലെയറിംഗിൽ അത്ര സക്സസ് അല്ല, അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യേണ്ടതുകൊണ്ട് ലെയറിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ടൊക്കെയാണ് ഗ്രാഫ്റ്റ് തൈകൾ കൂടുതലായിട്ട് വരുന്നത്. കാരണം അത്രയ്ക്ക് ഡിമാൻഡുള്ള ഐറ്റം തന്നെയാണ് VNR ഗോവ എന്ന് പറയുന്നത്. കൃഷിയായിട്ട് പോലും വളരെയധികം ആൾക്കാർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് VNR. കാരണം അത്രയും വലിപ്പം കിട്ടും, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഭയങ്കര വാല്യൂ ഉള്ള ഒരു വെറൈറ്റിയാണ് VNR. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇതും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റികളുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു 1.5-2 കൊല്ലം വരെയൊക്കെ ചിലപ്പോൾ ഇത് ഫ്രൂട്ട് പിടിക്കാണ്ട് നമ്മുടെ പൂക്കൾ പൊഴിഞ്ഞു വീണ് പോകാറുണ്ട്. അത് ആ ഗ്രാഫ്റ്റിങ്ങിന്റെ അല്ലെ ആ ഒരു പ്രൊപ്പഗേഷന്റെ പേരയിൽ വരുന്നൊരു പ്രശ്നമാണ്. അത് വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ലേ കുഴപ്പമില്ല. കാരണം ഗ്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് സാധാരണ ലെയറിനേക്കാളും പടർന്ന് അങ്ങനെ അടിയിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് ബുഷായിട്ട് നിൽക്കും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാഫ്റ്റ് തൈകളായിരിക്കും എയർ ലെയറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ. കാരണം മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ VNRന്റെ ടേസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ആയിട്ടാണ്, നല്ല വെള്ള ഫ്ലഷ് ആണ്. അതുപോലെ നമുക്ക് കുറച്ച് പഴുത്താൽ പോലും ഇത് അത്ര ഒരു എന്താ പറയേണ്ട ഒരു ഇതായി പോലെ സ്മൂത്ത് ആയില്ല, സോഫ്റ്റ് ആയിട്ട് പോകില്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അതാണ് കൊമേഴ്ഷ്യൽ വാല്യൂ. കാരണം ഷെൽ ലൈഫ് അതിനൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് VNR. ഇന്ന് കൊമേഴ്ഷ്യൽ ആയിട്ടാണെങ്കിലും വീട്ടിൽ വെക്കാനാണെങ്കിലും ഒരു സൂപ്പർ ചോയ്സ് തന്നെയായിരിക്കും VNR ഗോവ. അടുത്തായിട്ട് L49 അല്ലെ ലക്നൗ 49 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നമുക്ക് ചെറിയ തൈകൾ ഏകദേശം ഓഫറിനാണ് നമ്മൾ കൊടുക്കുന്നത്. 2.5 അടിയൊക്കെ ഉയരമുള്ള തൈകൾ 150 രൂപ ആക്കിയിട്ടുണ്ട്. ഏകദേശം 250 നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് 150 രൂപയായിട്ട് ഓഫറായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വെറൈറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നഴ്സറിയിലൊക്കെ വളരെയധികം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. ചീപ്പായിട്ടുള്ള ഐറ്റമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട് ആണെങ്കിലും വളരെ വലിയൊരു സൈസോ അങ്ങനെയുള്ള ഒരു ഐറ്റം അല്ല, മീഡിയം സൈസാണ്. ഇതാണ് അതിന്റെ തൈകൾ. ഇതിപ്പം കുറച്ചുകൂടെ വലിയ തൈകളാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രൂട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200-250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. വലിയ ഫ്രൂട്ട് ആവുന്നതല്ല. പക്ഷേ ഉള്ളിലത്തെ മാംസം ഭയങ്കര സ്വീറ്റ് ആണ്. നല്ല ഒരു ക്രീമി ടെക്സ്ചർ ഒക്കെയാണ്. വെള്ള കളർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് പഴുത്താൽ പോലും ഇതിന്റെ ഒരു പുറത്തത്തെ ഒരു ഭാഗവും ഉള്ളിലത്തെ ഭാഗവും ഭയങ്കര ഒരു സോഫ്റ്റ് ആയി പോകില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ഇനങ്ങളിലും ഈ ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് അതിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഗുണമുണ്ട്. ഇത് താഴെയൊക്കെ എയർ ലെയർ ചെയ്ത തൈകളായതുകൊണ്ട് ഇപ്പം തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എയർ ലെയറിന്റെ പ്രത്യേകത. വളരെ പെട്ടെന്ന് കായ്ച്ചു തുടങ്ങും. ഇതിപ്പോൾ ഏകദേശം കുറച്ച് വലിപ്പം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട് റൈപ്പ് ആവും, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് താഴെയൊക്കെ കാണും. ഇതിപ്പം കുറച്ചുകൂടെ ഒക്കെ വലിപ്പം വരും. അപ്പോൾ നിറച്ച് കായ്ക്കുന്നുള്ളതാണ് ഒരു ഗുണം. പിന്നെ നമുക്ക് ഡ്രമ്മിൽ വെക്കാനൊന്നും അത്രയ്ക്ക് ഒരു സൂട്ടബിൾ അല്ല. ഇതിൽ പ്രൂണിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഡ്രമ്മിലൊക്കെ സൂട്ടബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നിലത്ത് നട്ട് കുറച്ച് വലിപ്പം വന്ന് നിറച്ച് കായ്ക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് കുറച്ചൊരു സ്പേസ് ഉണ്ട്, കുറേ പേരയ്ക്ക് കായ്ക്കണം. നാടൻ പേരയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഈ പറഞ്ഞ ലക്നൗ 49 എന്ന് പറഞ്ഞ വെറൈറ്റി. മീഡിയം സൈസിൽ നല്ല ടേസ്റ്റുള്ള വൈറ്റ് ഫ്ലഷ് വരുന്ന ഒരു കിഡ്ലം വെറൈറ്റി തന്നെയാണ് L49 എന്ന് പറഞ്ഞ വെറൈറ്റി. അടുത്തായിട്ട് തായ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളിൽ പിങ്കിഷ് കളർ വരുന്ന ഒരു ഐറ്റമാണ്. വളരെയധികം കൊമേഴ്ഷ്യലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം നമ്മുടെ തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന പോലുള്ള സ്റ്റേറ്റിൽ കൂടുതലായിട്ട് കൃഷിയായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ വരെ ഇതിന്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇതാണ് അതിന്റെ തൈകൾ വരുന്നത്. ഇതിലും ഓഫറുണ്ട്. ചെറിയ തൈകൾക്ക് ഏകദേശം 1.5 അടിയൊക്കെ പൊക്കമുള്ള തൈകൾക്ക് നമ്മൾ 150 രൂപയാക്കിയിട്ടുണ്ട്. 250 കൊടുത്തുകൊണ്ടിരുന്നൊക്കെ തൈകളാണ്. 200-250 അതിന്റെ റേറ്റ്. നമ്മളത് 150 ആയിട്ട് കുറച്ചിട്ടുണ്ട് ഓഫറിൽ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയർ ലെയർ ചെയ്ത തൈകളായതുകൊണ്ട് സുഖമായിട്ട് നമുക്കൊരു 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ അത് നമ്മൾ പൊട്ടിച്ച് കളയണം. അല്ലാതെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് തൈക്കൊരു ബേർഡൻ ആയിരിക്കും. നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റികൾ വരില്ല. തൈ ചിലപ്പോൾ ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എപ്പോഴും പേരയ്ക്കൊക്കെ നമുക്ക് 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം വരെ നമുക്ക് ഫ്രൂട്ടിങ് ചെയ്യിപ്പിക്കാതെ ശ്രമിക്കുക. ഇപ്പം നമ്മൾ അതിപ്പോൾ ഏകദേശം ഈ കാണുന്ന നമുക്കിപ്പോൾ പൂവങ്ങ് മെച്ചുവർ ആയിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അടിയിലത്തെ പേരയ്ക്ക ഭാഗം കാണുന്നുണ്ടല്ലോ. ഈ നമുക്ക് മുകളിലത്തെ ഇത് വീണ് പോയിട്ട് പിന്നെയും പേര ഇത് റിട്ടേൺ ചെയ്ത് നമ്മുടെ മരത്തെ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഈ പേരയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കളയണം. ഇപ്പം കുഴപ്പമില്ല, കാരണം ചെറുതൊക്കെ ആയതുകൊണ്ട് തനിയെ അത് പൊഴിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അതാണ് നിങ്ങൾ പേരയ്ക്കയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ അത് കറക്റ്റ് ഒരു സ്റ്റേജാണ് ഇത് കളയേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിപ്പോൾ മുകളിലത്തെ പൂക്കളൊക്കെ പോയി പേരയ്ക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബൾബായിട്ട്. അത് നമ്മൾ പൊട്ടിച്ച് കളയണം. എല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നമാണ്. അത് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ തന്നെ ഒന്ന് പേരയ്ക്കാവും. നമുക്ക് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ള മനസ്സേ നമുക്ക് തോന്നില്ല. വളരട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ തൈക്ക് വളരെ ശേഷിക്കുറവ് വരും, വളർച്ചാക്കുറവ് വരും, ഹെൽത്ത് അങ്ങ് വളരെ മോശമായിട്ടുള്ള സ്റ്റേജിലേക്ക് പോകും. ആ പ്രശ്നങ്ങളൊക്കെ പിന്നെ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എയർ ലെയർ ചെയ്ത തൈകളാണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിലും പേരയ്ക്കായിട്ട് തുടങ്ങുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളയണം. ഒരു 1.5 കൊല്ലം വരെ വെയിറ്റ് ചെയ്യുക. ഒരു 4 അടി 5 അടിയൊക്കെ ഉയരം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എയർ ലെയർ ചെയ്ത് തന്നെ ആയതുകൊണ്ട് വളർച്ച കുറച്ച് പെട്ടെന്നാണ്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് പടർത്തേണ്ടതാണ്. പിന്നെ ഈ ഫ്രൂട്ടിലേക്ക് വരുവാണെങ്കിൽ ഉള്ളിൽ പിങ്കിഷ് കളർ ആയിരിക്കും. ഭയങ്കര ഡാർക്ക് പിങ്ക് അല്ല, ലൈറ്റ് പിങ്കിഷ് കളർ ആയിരിക്കും. അത് സെൻറ്ററിൽ നിന്ന് ഒരു കളർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് വരലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ മൂക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഉള്ളിൽ മാത്രം ചെറിയൊരു പിങ്കിഷ് കളറേ ഉണ്ടാവും. ഇതിന്റെ സൈസും വളരെ പ്രത്യേകതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പിങ്കിഷ് കളർ വരുന്ന ഐറ്റമൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ 200-250 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ 400-500 ഗ്രാം വരെ വലുപ്പവും വരുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇത് കൊമേഴ്ഷ്യലായിട്ട് അത്രയും വയബിൾ ആണെന്ന് ഞാൻ പറയുന്നത്. അത്രയും ആൾക്കാർ കൃഷിയായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് കായ്ച്ചു തുടങ്ങാനായിട്ട് ഇത്ര സമയം വരും. ഒരു ഏകദേശം 5-6 കൊല്ലം കൊണ്ട് നമുക്ക് വളരെയധികം കായ്ഫലം കിട്ടി തുടങ്ങും. കൃത്യമായിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് തായ് പിങ്ക് പേര.
അടുത്തായിട്ട് അലഹാബാദ് സഫേർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വെറൈറ്റിയാണ്. ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ ലക്നൗ 49നോട് വളരെ സാദൃശ്യമുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് ഇതിന് വരുന്നത്. എയർ ലെയർ ചെയ്ത തൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. ഇതിപ്പം വലിയ തൈകളാണ്, ഏകദേശം 5 അടി 6 അടിയൊക്കെ പൊക്കമുള്ള തൈകളാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 600 രൂപയ്ക്കാണ്. ഇത് നമുക്കിപ്പം കായുണ്ട് അല്ലെങ്കിൽ പൂവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. വേണമെങ്കിൽ ഒരു 6 മാസം കൂടെ വെയിറ്റ് ചെയ്യാം, കാരണം അടിയിലത്തെ വണ്ണം കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് കൂടുതൽ കായ്ക്കുന്നതായിരിക്കും. നിറച്ച് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. സൈസ് നമുക്ക് ഈ പറഞ്ഞ 200, 250, 300 ഗ്രാം അത്ര മാത്രമേ വരുള്ളൂ. ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് ആണ്, ഷെൽഫ് ലൈഫ് കൂടുതലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പഴുത്താലും അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. നാടൻ പേരയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് വെക്കാൻ പറ്റിയ കൂടുതൽ കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ അലഹാബാദ് സഫേർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം ടേസ്റ്റിൽ വളരെ പേര് കേട്ടതാണ്. അതുപോലെ തന്നെ ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന ഒരുപാട് കൃഷിക്കാരുണ്ട്. കൂടുതൽ ഇത് നോർത്ത് ഇന്ത്യയിലേക്കാണ് കൂടുതലായിട്ട് കൃഷിയൊക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കായ്ച്ച് കിട്ടണം, അല്ലെ ഉള്ളിൽ വൈറ്റ് ഫ്ലഷ് ഇഷ്ടപ്പെടുന്നവർ, നാടൻ പേര് ഇഷ്ടപ്പെടുന്നവർ, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ കായ്പ്പിക്കാൻ പറ്റിയ ഐറ്റമാണ്. പക്ഷെ നമുക്ക് ഡ്രമ്മിൽ അത്ര സൂട്ടബിൾ അല്ല, നിലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും. അടുത്തതായിട്ട് ഏറ്റവും ബെസ്റ്റ് പേരയ്ക്കാന്ന് പലരും അവകാശപ്പെടുന്ന ഒരു ഐറ്റമാണ് ജപ്പാൻ പേരയാണ്. അപ്പൊ ജപ്പാൻ പേരയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിങ്ക് അല്ലാതെ കുറച്ചുകൂടി ഒരു റെഡിഷ് കളറിലേക്ക് വരുന്ന ഒരു ഫ്ലഷ് ഉള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം സൈസും വരും, സീഡും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. സീഡ് വളരെ ചെറുതായിട്ട് ചിലപ്പോൾ 1, 2, 3 എണ്ണം കാണും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇത് ഉള്ളിലത്തെ ഫ്ലഷിൽ ഒരു സീഡ് പോലും കാണാറില്ല മിക്കവാറും. അപ്പൊ അതിന്റെ തൈകൾ ഇതാണ്, കുറച്ച് വലിയ തൈകളാണ്. അപ്പൊ ഈ ജപ്പാൻ പേരയുടെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുതായിട്ട് നിൽക്കും എന്നുള്ളതാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ആ ഗുണത്തിനോടൊപ്പം തന്നെ കുറച്ച് ഡിമെറിറ്റുകളും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ കായ്ക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുള്ള ഒരു കാരണമാണ്. അതുപോലെ നമുക്ക് ഈ ഒരു 2.5, 3 കൊല്ലം ചിലപ്പോൾ 4 കൊല്ലം ഒക്കെ ആയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കായ്ക്കുള്ളൂ. ഈ ഗ്രാഫ്റ്റ് ചെയ്താകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഫ്രൂട്ട് സെറ്റേ ഉണ്ടാവുള്ളൂ. പൂക്കൾ ചിലപ്പോൾ നിറയെ ഉണ്ടാവും, ചിലപ്പോൾ 2 കൊല്ലം വരെ നിറച്ച് പൂക്കൾ ഉണ്ടാവും, ഒരു കാവലും പിടിക്കൂല എന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഇടയ്ക്ക് 1, 2 പിടിച്ച് കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ആദ്യം കുറച്ച് ഒരു റിഡക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ 5, 10 പഴങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ, കുറച്ച് വലിപ്പമുള്ള മരമായാൽ പോലും. അതാണ് ഈ ഗ്രാഫ്റ്റിങ്ങിലുള്ള പ്രശ്നം. പക്ഷെ നിങ്ങൾക്ക് പേരയ്ക്ക ഒരു സൂപ്പർ പേരയ്ക്ക നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ റെഡ് കളർ വരുന്ന ഒരു പേരയ്ക്ക, സീഡ്ലെസ് ആയിട്ടുള്ള പേരയ്ക്ക നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ വെക്കാൻ ഒരു സൂപ്പർ ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഡ്രമ്മിലോ ചെറിയ ചട്ടിയിലോ പോലും വളർത്തിയെടുക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ജപ്പാൻ പേര. അപ്പോൾ ഇതിന്റെ വളർച്ചയുടെ ഒരു എന്താ പറയുക, വളർച്ചയുടെ ഒരു രീതിക്ക് അനുസരിച്ചല്ല കായ്ഫലം ഈ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പ്രൂൺ ചെയ്ത് പടർത്തി തന്നെ വളർത്തുക. അടിയിലത്തെ തണ്ടിന് വണ്ണം വെപ്പിക്കുന്നതിനനുസരിച്ചാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കുക. നമ്മൾ നീണ്ടു പോകാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടിവണ്ണം കുറവ് തന്നെയായിരിക്കും. അടിവണ്ണം കുറഞ്ഞ് നിൽക്കുവാണെങ്കിൽ ഇതിന് കായ്ഫലം വളരെ ലേറ്റ് ആവും കായ്ക്കാനൊക്കെ. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കൂട്ടി വെക്കാൻ മറ്റൊരു വെറൈറ്റി ഉണ്ട്, സീഡ്ലെസ് തന്നെ. അത് നമുക്ക് പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. സീഡ്ലെസ് ജപ്പാൻ പേര എന്നൊക്കെ പറയുന്നുണ്ട്, അതുപോലെ വൈറ്റ് ജപ്പാൻ പേര എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കുരു ഉണ്ടാവില്ല, വൈറ്റ് കളർ ആയിരിക്കും, പക്ഷെ ഷേപ്പ് ഒക്കെ ഒരു വ്യത്യാസമുള്ള ഷേപ്പുകളാണ്. അപ്പൊ സീഡ്ലെസ്സിൽ വൈറ്റിൽ കുറേ ഇനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പല ഇനങ്ങളെ ആണെങ്കിലും ആൾക്കാർ വിളിക്കുന്ന ഈ ഒരൊറ്റ പേരിലാണ് സീഡ്ലെസ് ജപ്പാൻ പേര, അല്ല സീഡ്ലെസ് വൈറ്റ് ജപ്പാൻ പേര എന്നൊക്കെ പറയുന്ന ഐറ്റം തന്നെയാണ്. അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ഇത്രത്തോളം ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഐറ്റമാണ്. പക്ഷെ അതിനൊരു ഷേപ്പില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഷേപ്പില്ല, ഒരു ഷേപ്പില്ലാത്ത ഒരു രീതിയിലാണ് അതിന്റെ ഒരു ഫ്രൂട്ട് ഒക്കെ വരുന്നത്. ഇത് നല്ല ഉരുണ്ടിട്ടാണ് നമ്മുടെ സാധാരണ റെഡ് ജപ്പാൻ പേര വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലൊക്കെ റെഡ് കളർ ഉള്ളതോ സീഡ്ലെസ് വെക്കണമെന്നോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പേരയ്ക്ക് നിങ്ങൾക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ജപ്പാൻ പേര.